അസ്സലാമു പ്രിയപ്പെട്ട മോമിനികളെ, കഴിഞ്ഞ ചെറിയ പെരുന്നാളിനായിരുന്നു മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തതിനെ തുടർന്ന് ഒരു പാവം ഉപ്പ ജീവനൊടുക്കിയത്. അന്ന് അതൊരു വലിയ വാർത്തയായിട്ടില്ല. ആ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വാർത്തയാകാത്തത് കൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും അത് വിശ്വസിക്കാനുമായിട്ടില്ല. ആ മനുഷ്യൻ മരണപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇതിപ്പം ഇന്ന് ബലിപെരുന്നാളിന് കാസർഗോഡിൽ നിന്നും ഒരു 27 വയസ്സുകാരിയാണ് ജീവനൊടുക്കിയത്. ഇതുപോലുള്ള ഓരോ മരണത്തിനും ഈ നമ്മൾ കൂടി കാരണക്കാരായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിച്ചവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പക്ഷെ പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. സെറീന എന്ന കാസർഗോഡുകാരിയാണ് മക്കളില്ലാത്തതിന്റെ പേരിൽ അപമാനം സഹിക്കാൻ പറ്റാതെ ഇതുപോലെ ജീവനൊടുക്കിയത്. അതും പെരുന്നാളിന്റെ തലേ ദിവസം. ഞാൻ ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തത്? കുറച്ചുകൂടി സഹിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും പടച്ചറബ് ഉത്തരം നൽകിയനെ. ആത്മഹത്യ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് മാത്രം നമുക്ക് തോന്നുന്നതാണ്. ഇനി നമ്മുടെ മുന്നിൽ ഒന്നുമില്ല, മരിച്ചു കളയാമെന്ന്. ആ ഒരു സമയത്തെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ആ ഒരു സമയത്തെയാണ് നമ്മൾ മറികടക്കേണ്ടത്. ആ ഒരു സമയം മറികടന്നാൽ നമ്മൾ ചിന്തിക്കും, അന്ന് നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു പൊട്ടത്തരമായി പോയേനെ എന്ന്. അത്രയേ ഉള്ളൂ ആത്മഹത്യ എന്ന് പറയുന്ന മരണം. പിന്നെ നമ്മൾ കാരണക്കാരായി പോകുന്നത് അവരെ മനസ്സിലാകാതെ പോയത്. ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞങ്ങളുമുണ്ടെന്ന് ചേർത്ത് പിടിക്കുക. അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക. ഈ ഒരു കുട്ടി മരണപ്പെടാനുള്ള കാരണം ഭർത്താവും വീട്ടുകാരുമാണ്. പെരുന്നാളിന്റെ സന്തോഷം നിറയേണ്ടിരുന്ന ആ ഒരു വീട്ടിൽ നിന്നും കേൾക്കേണ്ടി വന്നത് മരണവാർത്തയായിരുന്നു. കാസർഗോഡ് വെള്ളൂരിൽ സെറീന എന്ന പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചു എന്ന ആ ഒരു വാർത്ത ആളുകളെ ഏറെ സങ്കടപ്പെടുത്തി. ഉമ്മയാകാൻ കഴിയില്ല എന്ന ആ ഒരു ഒറ്റ കാരണത്താൽ സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടായ അപമാനവും നരകയാതനകൾക്കും ഒടുവിൽ ആ ജീവൻ അങ്ങ് ഇല്ലാതാക്കി ആ മോള്. മക്കളാവാത്തതാണ് ഒരൊറ്റ കാരണം. മക്കളാവാത്തത് ഒരാളുടെ മാത്രം പ്രശ്നമാണോ? ആ ഒരു വിഷമം ഒരാൾക്ക് മാത്രം ഉള്ളതാണോ? ആ മോളും അനുഭവിക്കുന്നതല്ലേ? ആ മോൾക്കും വിഷമമുണ്ടാവില്ലേ? ആരുടേതാണ് തെറ്റെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു പാവം കുട്ടിയെ അപമാനിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ തളർന്നു പോകും ആ മനസ്സ്. ഇന്ന് എന്തൊക്കെ ചികിത്സകളുണ്ട്, വൈദ്യശാസ്ത്രം ഇന്ന് ഒട്ടേറെ പുരോഗമിച്ചിരിക്കുന്ന കാലമാണ്. അതിനു പോലും ശ്രമിക്കാതെ എന്തൊരു പാപമാണ് ആ കുട്ടിയോട് ഇവർ ചെയ്തത്. അമ്മയാകാനുള്ള ആഗ്രഹം ബാക്കിയാക്കി അവൾ യാത്ര പോകുമ്പോഴും തന്നെ വേദനിപ്പിച്ചവരോട് അവൾ ക്ഷമിച്ചിട്ടുണ്ടാകും. കാരണം അവൾ ഒരു പെണ്ണാണ്, ഒരു ഉമ്മയാകാനുള്ള കൊതിയുള്ള ഒരു പെണ്ണ്. ആ മാതൃത്വം ഉള്ളിൽ പിടക്കുന്നുണ്ടാകും. അവൾ എല്ലാരോടും ക്ഷമിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ ആരെയും ഉപദ്രവിക്കാതെ അവൾ ആ മാരകമായ വഴി തിരഞ്ഞെടുത്തത്. പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ, മാപ്പ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ഒരുക്കങ്ങൾക്കിടയിലാണ് വെള്ളൂർ പള്ളപ്പാടിയിൽ നിന്നും നാടിനെ നടുക്കിയ, നാടിനെ കരയിപ്പിച്ച ഈ വാർത്ത വരുന്നത്. സൈനുദ്ദീന്റെ ഭാര്യ സെറീന എന്ന 27കാരി വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ ബുധനാഴ്ച വൈകുന്നേരം 4:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തൂങ്ങിയ നിലയിൽ കണ്ട സെറീനയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ മോളുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു കഴിഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വർഷങ്ങളായി സെറീന അനുഭവിച്ച ഗാർഹിക പീഡനമാണ് മരണത്തിന് കാരണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് കുട്ടികളാകാത്തതിൻ്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും അവളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയായിരുന്നു. ആളുകളുടെ മുന്നിൽ വെച്ച് പോലും ആ പെണ്ണിനെ അപമാനിക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. ഇതൊക്കെ പറയുന്നത് അവളുടെ കുടുംബം തന്നെയായിരുന്നു. അതാണ് പറയുന്നത്, നമ്മൾ വേണ്ടപ്പെട്ടവരും ഇതിന് കാരണമായി പോവുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യം? ജീവനാണ് വലുത്, ജീവിതമല്ല. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. മക്കളെ കൂട്ടിക്കൊണ്ടുവന്നേക്കണം. അന്നത് ചെയ്തിരുന്നെങ്കിൽ ആ പൊന്നുമോൾ ഇന്ന് ജീവിച്ചിരുന്നേനെ. ഇത് എല്ലാ മാതാപിതാക്കളോടും കൂടിയാണ് പറയുന്നത്. മക്കളെ കെട്ടിച്ചഴിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതിരിക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ആരൊക്കെയോ വന്ന് നമ്മുടെ മക്കളെ കെട്ടിക്കൊണ്ടുപോവുകയാണ്. ഒന്ന് നേർക്ക് അന്വേഷിക്കാനോ അവരെക്കുറിച്ച് അറിയാനോ ആരും ശ്രമിക്കുന്നില്ല. അവരുടെ പണവും പത്രാസും മക്കളുടെ നാളത്തെ ജീവിതവുമാണ് അവര് സ്വപ്നം കാണുന്നത്. പെണ്ണ് കിട്ടാത്ത കാലമാണ്. പാവപ്പെട്ട എത്തിയും മക്കളെയാണ് ഇവരൊക്കെ നോട്ടമിട്ടിരിക്കുന്നത്. അന്വേഷിക്കുക, മക്കൾക്കൊരു ആലോചന വന്നാൽ. നമ്മുടെ മക്കളുടെ ജീവൻ അവർക്ക് കൊടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ.
അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്യമാണ്. നമ്മുടെ ബാധ്യത ഒഴിവാക്കലാകരുത് മക്കളുടെ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അവരുടെ നല്ലൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ പെൺകുട്ടി എന്നും ബന്ധുക്കളോട് വിളിച്ചു പറയുമത്രേ, ഞാനിങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചാണ് ഇവിടെ കഴിയുന്നത് എന്ന്. എന്നിട്ടും എന്തേ ഒരു തീരുമാനമെടുക്കാൻ വൈകിയതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഭയക്കുന്നത്? നമ്മുടെ മക്കളാണ്, നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തോന്ന് കേസെടുത്താലും ഇതുപോലുള്ള മരണങ്ങൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഒരു പോംവഴി കാണേണ്ടത്. ഇനിയെങ്കിലും നമ്മുടെ സമൂഹം കണ്ണു തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുട്ടികൾ ഉണ്ടാകാത്തത് ഒരു സ്ത്രീയുടെ മാത്രം കുറ്റമാണെന്ന് വിശ്വസിക്കുന്ന ഇടങ്ങിയ ചിന്താഗതിയുടെ മുന്നിലാണ് ആ ഒരു പാവം പെൺകുട്ടി തോറ്റുപോയത്. ഉമ്മയാകാത്തത് ഒരു കുറവാണോ, ഒരു പാപമാണോ? മക്കളില്ലാതെയും എത്രയോ ദമ്പതികൾ ഇവിടെ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നുണ്ട്. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ആ ദമ്പതികളുടെ സ്നേഹം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് സ്നേഹിക്കാനും ലാളിക്കാനും കൊഞ്ചിക്കാനും അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവൾ ആ ഒരു മുഴം കയറിൽ അഭയം പ്രാപിക്കുമ്പോൾ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും പടച്ചറബ്ബേ. പടച്ചറബ്ബ് പുറത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ആത്മഹത്യ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് പറ്റിപ്പോകുന്നതാണ്. മരണപ്പെട്ടു പോയവർ പടച്ചറബ്ബിലേക്കാണ് മടങ്ങിയത്. നമുക്കിനി അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കുക. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, സെറീന എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ചറബ്ബേ, തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നിനക്കറിയാലോ റബ്ബേ ആ മോളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും. ആ പൊന്നുമോൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും നീ ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹങ്ങളാക്കണേ റബ്ബേ, സ്വാലിഹത്താക്കി തരണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.